പണിയൊക്കെ എടുത്ത് പണ്ടാരടങ്ങി വരും എല്ലാ ദിവസവും ഈവനിങ്. ശരിക്കും പണിയെടുക്കാൻ പോകാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇവിടെ. കാരണം പോയി കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര കുറവാണ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, രാവിലെ എണീറ്റ് പോകുന്നു ആൻഡ് ദെൻ വർക്ക് വിൽ ബി ഓൾവേസ് ലോഡഡ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സാലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് വർക്ക് ലോഡ് നല്ലതായിരിക്കും മീൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, സോ ആ ലോഡൊക്കെ എടുത്ത് ഹോൾ ഡേ യു വിൽ ബി ലൈക്ക് എക്സോസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഈവൻ ഇഫ് യു ഹാവ് എ പ്ലാൻ ഓഫ് കുക്കിംഗ് സംതിങ്, ഹെൽത്ത് നോക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്നെപ്പോലെ ഒരു വലിയൊരു മടിച്ചാണെങ്കിൽ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഒരു റൂട്ടീനുമായിട്ടൊക്കെ ആയി മടിച്ചായതാണ്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഫോർ ഷുവർ നമ്മൾ എന്താ പറയുക, കുക്ക് ചെയ്യാനൊന്നും തോന്നില്ല. വന്നിട്ട് എന്തെങ്കിലും ഫുഡ്, ഓണസ്റ്റ്ലി ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ട്രൈ ചെയ്യണം, എന്ത് ഫുഡ് ട്രൈ ചെയ്യണം എന്നൊന്നും കൺഫ്യൂഷനാണ്. ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താണെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണ്. ഇതുപോലെയാണോ പലരുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. സ്പെഷ്യലി വെൻ യു ആർ ഹാവിങ് യുവർ ഡിന്നർ അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ ഫോർ ഷുവർ നമുക്കുള്ള ഓപ്ഷൻസ് എല്ലാം വെൻ യു വിൽ ട്രൈ ഇൻ ലെസ് ദാൻ 1 month or 2 months. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും, ഈശ്വര എന്ത് കഴിക്കണം, ഇത് വാങ്ങണോ അത് വാങ്ങണോ. യു ഹാവ് ട്രൈഡ് എവറിത്തിങ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ട്രൈ ചെയ്യാനില്ല പുതിയതായിട്ട്. അങ്ങനെ സത്യം പറയാം, സുഖമായിട്ട് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. എന്ത് സുഖമല്ലേ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ യു വിൽ ബി ലോഡഡ് വിത്ത് ലോട്ട്സ് ഓഫ് വർക്ക്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അവരുടെ കയ്യിലിങ്ങനെ കേൾക്കണം, ഇവരുടെ കയ്യിലിങ്ങനെ കേൾക്കണം. ചില സമയത്തൊക്കെ ഇങ്ങനെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യണമല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യില്ല, ഒന്നും പറയില്ല. ഓംബ്ര അതിനെ അല്ലാതെ ഒന്നും വർക്കൗട്ട് ആവില്ല ഇവിടെ. പിന്നെ പക്ഷെ സംടൈംസ് ഓംബ്ര എന്ന് പറഞ്ഞ് നിന്നാലും ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല, ഒരനക്കമല്ല എൻ്റെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ബേസിക്കലി ഞാൻ ഇതൊന്നൊരു ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് മുമ്പുണ്ടായിരുന്ന കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുൾഷിറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഹി ഡസൻ ഈവൻ നോ ഹൗ ടു റെസ്പെക്ട് പീപ്പിൾ. ഹി ഡസൻ ഈവൻ നോ ഹൗ ടു ടോക്ക് നൈസ്ലി വിത്ത് പീപ്പിൾ. ഐ ഡോണ്ട് നോ, നമ്മൾ ബാക്കിയുള്ളടത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പീപ്പിൾ ഹു ആർ വർക്കിംഗ് അണ്ടർ ഹിം, ഈസ് ദ വേർസ്റ്റ് പേഴ്സൺ ടു ഡീൽ വിത്ത്. സോ ഞാൻ അങ്ങനെ ഒരു മെന്റൽ പ്രഷറും വെർബലി ടോർച്ചറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇറ്റ് വാസ് ടെറിബിൾ ഫോർ മീ. സോ അതിൽ നിന്ന് ഗെറ്റ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി മച്ച് നീഡഡ് ഫോർ എ വുമൺ ലൈക്ക് മീ ടു ഫൈറ്റ് ബാക്ക്. സോ അതുകൊണ്ട് അത് ചെയ്തു. ആൻഡ് ഐ ഡിഡ്ന്റ് ഈവൻ ലുക്ക് ബാക്ക്. അല്ലെങ്കിൽ പിന്നെ വാട്ട് നെക്സ്റ്റ് എന്നൊന്നും ചിന്തിച്ചില്ല. ഓൾ ഐ വാണ്ടഡ്. ആൻഡ് നമുക്കെല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് വിട്ട് കളയുന്ന ഒരു പരിപാടിക്ക് നിൽക്കരുത്. ബേസിക്കലി ആർക്കും അതിനുള്ളൊരു സ്പേസും കൊടുക്കരുത്. എസ്പെഷ്യലി വെൻ സംബഡി ഈസ് ട്രീറ്റിംഗ് യു റിയലി ബാഡ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആർക്കും ആ ഒരു സ്പേസ് കൊടുക്കരുത്, അനുവദിച്ച് കൊടുക്കരുത്, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ. അപ്പോൾ പെണ്ണ് കാണുന്നൊന്നും വെറുതിരിവൊന്നുമില്ല. ബട്ട് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു എ പ്ലേസ് വെയർ യു ആർ വർക്കിംഗ്, അവിടെ ഈ വെർബൽ ഹരാസ്മെന്റ്, മെന്റൽ ടോർച്ചർ, ദോസ് തിങ്സ് ആർ നോട്ട് ഇവിടുത്തെ ഇത് വെച്ചിട്ട്, ഇവിടുത്തെ റൂൾസ് വെച്ചിട്ട് ഇതൊന്നും അലോഡ് അല്ല. ബട്ട് എഗെയിൻ കുറേ പേര് ഇതൊന്നും, ഞാനെന്തുമാണ്, എനിക്കെന്തും ചെയ്യാം, ഞാൻ കുറേ മറ്റേ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ആളാണ്, സോ എൻ്റെ അണ്ടറിൽ വരുന്ന പെണ്ണാണേലും ആണാണേലും എല്ലാവരും എൻ്റെ കാൽക്കീഴിൽ, ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള കുറേ വേസ്റ്റ് ആൾക്കാരുണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചാൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു ട്രോമയൊക്കെ എനിക്കുണ്ടായിരുന്നു. സോ ബട്ട് ഞാനത് എസ്കലേറ്റ് ചെയ്യേണ്ടടുത്ത് എസ്കലേറ്റ് ചെയ്തു. ദ കമ്പനി ടോൾഡ് മീ, ഇൻഫോം മീ, അവർ ആക്ഷൻസ് എടുത്തു എന്ന്. ബട്ട് എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ആൻഡ് സോ എവിടെയും നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കുക. വെനെവർ ദർ ഇസ് എ നീഡ് ടു ഫൈറ്റ് ബാക്ക്, നമുക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. സോ ഫൈറ്റ് ബാക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഭയങ്കര ബോറാടോ ലൈഫൊക്കെ.
ചുമ്മാ ട്രിപ്പൊക്കെ ചെയ്ത് വല്ല ഫോറസ്റ്റ് ട്രിപ്പൊക്കെ ചെയ്ത് കുറേ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കണ്ട് എന്ത് നൈസായിരിക്കും. ഞാനൊരു 2 months ഒരു ഹിൽ സ്റ്റേഷൻ ട്രിപ്പൊക്കെ പോയിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. പീസ്ഫുൾ ഇൻ ദ സെൻസ് ഭയങ്കര ഇറ്റ് വാസ് റിയലി നീഡഡ് ഫോർ മീ. ഈ ഒരു ട്രോമയൊക്കെ കഴിഞ്ഞൊന്ന് ഗെറ്റ് ഓവർ ചെയ്യാൻ വേണ്ടി ഇറ്റ് വാസ് വെരി മച്ച് നീഡഡ് ഫോർ മീ. അങ്ങനെ ഒരു ബ്രേക്കും അങ്ങനെ ഒരു ട്രിപ്പും. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ട്രിപ്പാണ്. സോ അതൊക്കെയാണ് കുറച്ച് നല്ല മൊമെന്റ്സ് അതിന് ശേഷം ഉണ്ടായത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ അതുകൊണ്ടായിരിക്കാം ഐ ഡിസൈഡഡ് ടു ലീവ് ദാറ്റ് ജോബ് ഈവൻ വിത്തൗട്ട് ഹാവിങ് എ ജോബ് ഇൻ ഹാൻഡ്. അത് റിസ്ക് ആയിരുന്നു, ബട്ട് ഐ ടുക്ക് ദാറ്റ് റിസ്ക് ബിക്കോസ് ഐ വാസ് പ്രയോറിറ്റൈസിങ് മൈ മെന്റൽ ഹെൽത്ത് ഇൻ ടേംസ് ഓഫ് മൈ അതർ പ്രോബ്ലംസ് ആൻഡ് സ്റ്റഫ്സ്. സോ അങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ താങ്ക്ഫുള്ളി ഐ ഗോട്ട് എ ജോബ്. മേ ബി ഇറ്റ് വാസ് റിട്ടൺ, ഐ ഡോണ്ട് നോ. പക്ഷെ അതുകൊണ്ടാവാം ചിലപ്പോൾ ഞാൻ അവിടെ വിട്ടത്. എല്ലാം എഴുതി വെച്ച പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഹൂ ഈസ് റൈറ്റിംഗ് ഇറ്റ്, ഹൂ ഹാവ് റിട്ടൺ ഇറ്റ്, ഐ ഡോണ്ട് നോ. സോ പോകുന്നു, ഗോയിങ് വിത്ത് ദ ഫ്ലോ. അങ്ങനെ യാ. അപ്പം ശരി.